എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ കുടുംബസമേതം പോയി കാണാൻ പറ്റിയ ഒരു ചെറിയ കുഞ്ഞു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു വയലൻസോ ഒന്നുമില്ല. ചെറിയ കുട്ടികളുമായിട്ട് നമുക്ക് പോയിട്ട് ആ സിനിമ കഴിയുന്നത് വരെ നമുക്ക് ആസ്വദിക്കാനുള്ള വകകൾ ഈ സിനിമയിലുണ്ട്. അതാണ് ആമുഖമായി പറയാനുള്ളത്. ഈ സിനിമ നടക്കുന്നത് കോടമഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന പുഷ്പഖണ്ഡം എന്ന ഒരു നാട്ടിൻപുറത്താണ്. അവിടുത്തെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥ. അതുകൂടാതെ അവർ ഏലത്തോട്ടം പാട്ടത്തിനെടുത്ത് നടക്കുക. അപ്പോൾ ഏലത്തോട്ടത്തിൻ്റെ മുതലാളിയുണ്ട്. അപ്പോൾ അവർ ഈ രണ്ട് ഫാമിലിയെയും ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണിത്. അപ്പോൾ ഏലകൃഷിയും പള്ളിപ്പെരുന്നാളും ചെറിയ ഇണക്കങ്ങളും ചെറിയ പിണക്കങ്ങളുമായി കഴിയുന്ന ഒരു പിടി സാധാരണക്കാർ, അതായത് സാധാരണക്കാരെന്ന് നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ ആ സിനിമ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു പിടി സാധാരണക്കാർ. അവർക്ക് അവരുടെ കഥയാണ് ഈ സിനിമ. അത് രണ്ട് സംവിധായകർ കൂടിയിട്ടാണ് സിനിമ എടുത്തത്, എബി ട്രീസാപ്പോളും ആൻഡ ജോസ് പെരേരയും. അപ്പോൾ ഇതിൽ 3 പ്രണയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഈ ലിറ്റിൽ ഹേർട്സിലുള്ളത്. അതായത് ആദ്യമേ പറഞ്ഞല്ലോ, ഏലകർഷകനായ അച്ഛനെയും മകൻ. അപ്പോൾ അവർക്ക് അമ്മയില്ല, അമ്മ മരണപ്പെട്ടു. അപ്പോൾ അച്ഛന് ഒരു പ്രണയം ഉണ്ടാകുന്നു. ആ പ്രണയം എന്ന് വെച്ചാൽ അവർ ചെറുപ്പത്തിലേ തൊട്ടുള്ള പ്രണയമാണ്. അപ്പോൾ അച്ഛൻ പ്രണയിക്കുന്ന പെണ്ണിൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നാട് വിട്ടുപോയി. അയാളെക്കുറിച്ച് ഒരു വിവരമില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയം, പക്ഷേ അതിനിടയിൽ ചില സാമൂഹിക ചുറ്റുപാടുകൾ ഉണ്ടിട്ട് അപ്പോൾ എതിരഭിപ്രായമൊക്കെ വരുമല്ലോ. അത് ഒന്നാമത്തെ പ്രണയം. രണ്ടാമത്തത്, ഒരു സുപ്രഭാതത്തിൽ മകൻ പോലും അറിയാതെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രണയം കടന്നു വരുന്നു. അപ്പോൾ അതിനിടയിൽ പെട്ടിട്ട് അവൻ കിടന്ന് ശ്വാസം മുട്ടുന്നു. അതുകൂടാതെ ഏല പാട്ടത്തിനെടുത്ത മുതലാളിയുടെ മകൻ വിദേശത്തിട്ട് അവൻ നാട്ടിൽ വന്നു. അവൻ്റെ പ്രണയം ഈ മകനോട് പറയുന്നു. അങ്ങനെ മൂന്നും കൂടി ചുറ്റിപ്പറ്റിയുള്ള പ്രണയമാണ്. പക്ഷേ ഈ രണ്ട് പ്രണയത്തിൽ നിന്ന് വിഭിന്നമാണ്. അതായത് പുറമെ നിന്ന് വരുന്ന, അതായത് മുതലാളിയുടെ മകൻ വരുന്നു പുറമെ നിന്ന്, അവൻ്റെ പ്രണയമാണ്. അത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ടാക്കുന്ന കലഹങ്ങളും പൊല്ലാപ്പുകളും ഈ രണ്ട് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളാണ് സിനിമ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സിനിമ. അപ്പോൾ അത് നർമ്മത്തിൽ പൊതിഞ്ഞിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് നല്ല നല്ല പാട്ടുകളുണ്ട്, അത്യാവശ്യം ചിരിക്കാനുള്ള വകകൾ എല്ലാം ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആരോടൊപ്പം വേണമെങ്കിൽ പോവാം. കാമുകയോടൊപ്പമോ ഭാര്യയോടൊപ്പമോ കുട്ടികളായിട്ട് പോവാം. ചില സിനിമകൾ നമുക്ക്, കഴിഞ്ഞ സിനിമ ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് DNA എന്ന് പറയാം. അത് നമ്മൾ 5 വയസ്സിനായ താഴെയുള്ള കുട്ടികളായിട്ട് പരമാവധി പോകാതിരിക്കുകയാണ് നല്ലത്. സിനിമ മോശമായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്, കാരണം അതിൽ കുറച്ച് വയലൻസ് രംഗങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ഈ സിനിമയെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ മകനായിട്ട് അഭിനയിക്കുന്നത് ഷൈൻ നിഗമാണ്. അച്ഛനായി അഭിനയിക്കുന്നത് ബാബുരാജാണ്. വിദേശത്തുള്ള പയ്യൻ, അതായത് മുതലാളിയുടെ വിദേശത്തുള്ള ആയിട്ട് അഭിനയിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാവുന്നതാണ്.